ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെത്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. യോഹന്നാൻ 3-4 അധ്യായങ്ങൾ ആസ്പദമാക്കിയുണ്ടാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണിത്. വീഡിയോ കണ്ടതിനു ശേഷം ക്വിസ് മൂക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കാരംഭിക്കാം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷനുകൾ: എ. യാക്കോബ്, ബി. പത്രോസ്, സി. സ്നാപക യോഹന്നാൻ, ഡി. നിക്കോദേമോസ്. ശരിയായ ഉത്തരം സി. സ്നാപക യോഹന്നാൻ. സമരിയയിലെ സിക്കാർ എന്ന പട്ടണം യാക്കോബ് തന്റെ ഏതു മകന് നൽകിയ വയലിനടുത്താണ്? ഓപ്ഷനുകൾ: എ. ലേവി, ബി. ജോസഫ്, സി. യൂദ, ഡി. റൂബൻ. ശരിയായ ഉത്തരം ബി. ജോസഫ്. വാക്യമുദ്ധരിക്കുക. യോഹന്നാൻ 3:16. ഓപ്ഷനുകൾ: എ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ബി. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. സി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഡി. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ശരിയായ ഉത്തരം എ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവും സമരിയാക്കാരിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം ഏകദേശം എത്രയായിരുന്നു? ഓപ്ഷനുകൾ: എ. 12-ാം മണിക്കൂർ, ബി. 3-ാം മണിക്കൂർ, സി. 6-ാം മണിക്കൂർ, ഡി. 9-ാം മണിക്കൂർ. ശരിയായ ഉത്തരം സി. 6-ാം മണിക്കൂർ. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വാക്യം ഏതാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ 3:11, ബി. യോഹന്നാൻ 4:10, സി. യോഹന്നാൻ 3:5, ഡി. യോഹന്നാൻ 3:15. ശരിയായ ഉത്തരം എ. യോഹന്നാൻ 3:11. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ആരാണ്? ഓപ്ഷനുകൾ: എ. മോശ, ബി. യോശുവ, സി. സാമുവേൽ, ഡി. അഹറോൻ. ശരിയായ ഉത്തരം എ. മോശ. യേശുവിന്റെ ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയത് എന്തിനായിരുന്നു? ഓപ്ഷനുകൾ: എ. വിശ്രമിക്കാൻ, ബി. സ്നാനം നൽകാൻ, സി. ഭക്ഷണസാധനങ്ങൾ വാങ്ങാൻ, ഡി. പ്രസംഗിക്കാൻ. ശരിയായ ഉത്തരം സി. ഭക്ഷണസാധനങ്ങൾ വാങ്ങാൻ. യേശു കാനായിൽ വെച്ച് പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം എന്തായിരുന്നു? ഓപ്ഷനുകൾ: എ. കടലിനുമീതെ നടന്നു, ബി. വെള്ളം വീഞ്ഞാക്കി, സി. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തി, ഡി. 5000 പേരെ തീറ്റി. ശരിയായ ഉത്തരം സി. രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തി. നിക്കോദേമോസ് ഏതു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു? ഓപ്ഷനുകൾ: എ. ഫരിസേയൻ, ബി. സമരിയാക്കാരൻ, സി. ചുങ്കക്കാരൻ, ഡി. സദൂക്യൻ. ശരിയായ ഉത്തരം എ. ഫരിസേയൻ. സമരിയാക്കാരിക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നുവെന്നാണ് യേശു വെളിപ്പെടുത്തിയത്? ഓപ്ഷനുകൾ: എ. 6, ബി. 5, സി. 3, ഡി. 4. ശരിയായ ഉത്തരം ബി. 5. സ്നാപക യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഓപ്ഷനുകൾ: എ. യോർദാൻ നദിയിൽ, ബി. സാലിമിനടുത്തുള്ള ഏനോനിൽ, സി. ഗലീലിക്കടലിൽ, ഡി. സിക്കാർ പട്ടണത്തിൽ. ശരിയായ ഉത്തരം ബി. സാലിമിനടുത്തുള്ള ഏനോനിൽ. യഥാർത്ഥ ആരാധകർ പിതാവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? ഓപ്ഷനുകൾ: എ. ആത്മാവിലും സത്യത്തിലും, ബി. മലയിൽ മാത്രം, സി. ജെറൂസലേമിൽ മാത്രം, ഡി. ആചാരങ്ങളിലൂടെ മാത്രം. ശരിയായ ഉത്തരം എ. ആത്മാവിലും സത്യത്തിലും. രാജസേവകന്റെ പുത്രന്റെ പനി വിട്ടുമാറിയത് ഏത് സമയത്തായിരുന്നു? ഓപ്ഷനുകൾ: എ. 6-ാം മണിക്കൂർ, ബി. 1-ാം മണിക്കൂർ, സി. 7-ാം മണിക്കൂർ, ഡി. 3-ാം മണിക്കൂർ. ശരിയായ ഉത്തരം സി. 7-ാം മണിക്കൂർ. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ തർക്കമുണ്ടായത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷനുകൾ: എ. ശുദ്ധീകരണത്തെക്കുറിച്ച്, ബി. വിശ്വാസത്തെക്കുറിച്ച്, സി. ഭക്ഷണത്തെക്കുറിച്ച്, ഡി. സ്നാനത്തെക്കുറിച്ച്. ശരിയായ ഉത്തരം
എ. ശുദ്ധീകരണത്തെക്കുറിച്ച്. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് എന്ന് പറയുന്ന വാക്യം ഏതാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ 3:16, ബി. യോഹന്നാൻ 3:21, സി. യോഹന്നാൻ 4:24, ഡി. യോഹന്നാൻ 3:34. ശരിയായ ഉത്തരം ഡി. യോഹന്നാൻ 3:34. തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെയാണ് വെറുക്കുന്നത്? ഓപ്ഷനുകൾ: എ. മനുഷ്യരെ, ബി. ലോകത്തെ, സി. സത്യത്തെ, ഡി. പ്രകാശത്തെ. ശരിയായ ഉത്തരം ഡി. പ്രകാശത്തെ. യേശു നൽകുന്ന ദാനത്തെക്കുറിച്ച് സമരിയാക്കാരിയോട് എന്തു പേരാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. അമൃതം, ബി. ശുദ്ധജലം, സി. തെളിനീർ, ഡി. ജീവജലം. ശരിയായ ഉത്തരം ഡി. ജീവജലം. സമരിയാക്കാർ യേശുവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഓപ്ഷനുകൾ: എ. ഒരു പ്രവാചകൻ മാത്രം, ബി. ഒരു യഹൂദ പ്രമാണി, സി. ഒരു വലിയ വൈദ്യൻ, ഡി. ലോകരക്ഷകൻ. ശരിയായ ഉത്തരം ഡി. ലോകരക്ഷകൻ. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുക എന്നതാണ് എന്റെ ഭക്ഷണം എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. തന്റെ ശിഷ്യന്മാരോട്, ബി. നിക്കോദേമോസിനോട്, സി. രാജസേവകനോട്, ഡി. സമരിയാക്കാരിയോട്. ശരിയായ ഉത്തരം എ. തന്റെ ശിഷ്യന്മാരോട്. ദൈവരാജ്യം കാണണമെങ്കിൽ ഒരുവൻ എന്തു ചെയ്യണമെന്നാണ് യേശു നിക്കോദേമോസിനോട് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. ധർമ്മം ചെയ്യണം, ബി. ഉപവസിക്കണം, സി. വീണ്ടും ജനിക്കണം, ഡി. പ്രാർത്ഥിക്കണം. ശരിയായ ഉത്തരം സി. വീണ്ടും ജനിക്കണം. രാജസേവകനോട് യേശു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ഓപ്ഷനുകൾ: എ. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ബി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, സി. വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്, ഡി. നീ വിശ്വസിച്ചാൽ മകൻ സുഖപ്പെടും. ശരിയായ ഉത്തരം എ. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ എന്ന് യേശു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷനുകൾ: എ. ഏലിയാവിനെ, ബി. മനുഷ്യപുത്രനെ, സി. സ്നാപക യോഹന്നാനെ, ഡി. മോശയെ. ശരിയായ ഉത്തരം ബി. മനുഷ്യപുത്രനെ. പ്രവാചകൻ ബഹുമാനിക്കപ്പെടാത്തത് എവിടെയാണ്? ഓപ്ഷനുകൾ: എ. ജെറൂസലേമിൽ, ബി. അന്യദേശത്ത്, സി. സമരിയയിൽ, ഡി. സ്വന്തം നാട്ടിൽ. ശരിയായ ഉത്തരം ഡി. സ്വന്തം നാട്ടിൽ. രക്ഷ ആരിൽ നിന്നാണെന്നാണ് യേശു സമരിയാക്കാരിയോട് പറഞ്ഞത്? ഓപ്ഷനുകൾ: എ. യഹൂദരിൽ നിന്ന്, ബി. സമരിയാക്കാരിൽ നിന്ന്, സി. റോമാക്കാരിൽ നിന്ന്, ഡി. എല്ലാവരിൽ നിന്നും. ശരിയായ ഉത്തരം എ. യഹൂദരിൽ നിന്ന്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? ഓപ്ഷനുകൾ: എ. യഹൂദരെ ഭരിക്കാൻ, ബി. അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ, സി. നിയമങ്ങൾ നൽകാൻ, ഡി. ലോകത്തെ ശിക്ഷിക്കാൻ. ശരിയായ ഉത്തരം ബി. അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് 9287400403 എന്ന ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.